ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളെ ചുറ്റിപ്പറ്റി പശ്ചിമേഷ്യയിൽ വീണ്ടും വലിയ സംഘർഷ സാധ്യതകൾ ഉയർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ലോകവിപണികളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. സംഭവങ്ങളുടെ പശ്ചാത്തലവും സാമ്പത്തിക മേഖലയിലെ പ്രതിഫലനവും ലളിതമായി ഇവിടെ വിശദീകരിക്കുന്നു. ഇറാനിലെ നിലവിലുള്ള ഭരണ സംവിധാനത്തെ തന്നെ ലക്ഷ്യമാക്കി വലിയ ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവന്നു. എന്നാൽ ഇതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളും പ്രസ്താവനകളും അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങളാണ്. ഇതിനിടെ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ ആകാശത്ത് സംശയാസ്പദമായ സാഹചര്യം ഉണ്ടായതായി ഇറാൻ അറിയിച്ചു. അതിനെ തുടർന്ന് വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തനക്ഷമമാക്കി എന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ഭാഗത്തു നിന്ന് യഥാർത്ഥ ആക്രമണം നടന്നിട്ടില്ല എന്നും ഇസ്രായേൽ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭീതിയും സംശയവും വീണ്ടും ഉയർന്നു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് കടൽപ്പാത സംബന്ധിച്ചും ഇറാനുമായി നടക്കുന്ന ചർച്ചകളെക്കുറിച്ചും കടുത്ത പ്രസ്താവനകൾ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനുമായി വലിയ ധാരണയ്ക്ക് താൻ അത്ര തിടുക്കം കാണിക്കുന്നില്ല എന്നും കൂടുതൽ നല്ല ഒരു കരാർ നേടാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമൂസ് കടലൊടുക്ക് താൻ അടച്ചുവെന്നും അതുവഴി ഇറാന്റെ വരുമാനം കുറയ്ക്കുകയാണെന്നും ട്രംപ് പറഞ്ഞതായി വാർത്തകളുണ്ട്. ദിവസേന വലിയ വരുമാനം ഇറാൻ നേടുന്ന ഒരു പ്രധാന പാതയാണ് ഹോർമൂസ്. ഇറാനിയൻ ബോട്ടുകൾ കടൽപ്പാതയിൽ മൈനുകൾ സ്ഥാപിക്കുന്നുവെന്നും ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ അവയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നും അമേരിക്കൻ നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം വന്നതായി റിപ്പോർട്ടുകളുണ്ട്. ചില സാഹചര്യത്തിൽ ഷൂട്ട് ആൻഡ് കിൽ പോലുള്ള കടുത്ത നിർദ്ദേശങ്ങളും ഉണ്ടായതായി വാർത്തകൾ പറയുന്നു. എങ്കിലും ഇതിന്റെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. ഇതിനിടെ ഹോർമൂസ് കടൽപ്പാതയുമായി ബന്ധപ്പെട്ട സംഘർഷ സാധ്യതകൾ കാരണം ലോകവിപണിയിൽ വലിയ ചലനങ്ങളുണ്ടായി. ക്രൂഡ് ഓയിൽ വില ഉയർന്ന് അമേരിക്കൻ ക്രൂഡ് ഓയിൽ ബാരലിന് ഏകദേശം $97 മുകളിലായി. ബ്രെന്റ് ക്രൂഡ് ഓയിൽ $106 സമീപമെത്തി. എണ്ണവില ഉയരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നു. എണ്ണവില ഉയർന്നതോടെ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് ഏകദേശം $40 വരെ കുറഞ്ഞു. ഇത് ഇന്ത്യൻ വിപണിയിലും സ്വർണ്ണവില കുറയാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നു. സാധാരണയായി എണ്ണവില ഉയരുമ്പോൾ പണപ്പെരുപ്പ് ഭയം വർദ്ധിക്കുകയും അതിന്റെ ഭാഗമായി സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതോടൊപ്പം അമേരിക്കൻ ഡോളർ ശക്തി പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ്. ഡോളർ ഇൻഡെക്സ് ഉയർന്നതോടെ യൂറോ, യെൻ, പൗണ്ട് തുടങ്ങിയ പ്രധാന കറൻസികളോട് താരതമ്യങ്ങൾ ഡോളർ ശക്തമായി. ഇതും ആഗോള വിപണികളിൽ സമ്മർദ്ദം കൂട്ടി. ടെക്നോളജി മേഖലയിലും വലിയ നഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചില വലിയ IT കമ്പനികളുടെ ഓഹരികൾ 10 മുതൽ 18% വരെ ഇടിഞ്ഞു. ദുർബലമായ സാമ്പത്തിക ഫലങ്ങളും ഭാവി പ്രതീക്ഷകളിലെയും കുറവും ഇതിന് കാരണമായി. മൈക്രോസോഫ്റ്റ് ജീവനക്കാരുടെ കാര്യത്തിലും ഒരു മാറ്റം വന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കമ്പനിയിൽ വലിയ തോതിൽ ജീവനക്കാർക്ക് സ്വയം വിരമിക്കൽ പദ്ധതി പ്രഖ്യാപിച്ചതായി വാർത്തകളുണ്ടായിരുന്നു. ഇത് കമ്പനിയുടെ പുനഃസംഘടനയുടെ ഭാഗമായിരിക്കുമെന്ന് വിലയിരുത്തുന്നു. ഇന്ത്യൻ രൂപയ്ക്ക് വലിയ സമ്മർദ്ദം നേരിട്ടു. ഡോളറിനെതിരെ രൂപ വീണ്ടും 94 നിലവാരത്തിന് സമീപം എത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ക്രൂഡ് ഓയിൽ വില ഉയർന്നതും വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിച്ചതും രൂപയുടെ മൂല്യം കുറയ്ക്കാൻ കാരണമായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രൂപ സ്ഥിരമായി ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ഓഹരി വിപണിയും ഇടിഞ്ഞു. സെൻസെക്സ് ഏകദേശം 800 പോയിന്റ് മുകളിൽ, നിഫ്റ്റി 200 പോയിന്റ് മുകളിലും താഴ്ന്നു. വിദേശ നിക്ഷേപകർ വലിയ തോതിൽ ഓഹരികൾ വിറ്റഴിച്ചതും വിപണിയിൽ സമ്മർദ്ദം കൂട്ടി. മൊത്തത്തിൽ പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യതകളും ഹോർമൂസ് കടൽപ്പാതയിലെ ആശങ്കകളും ലോക സാമ്പത്തിക രംഗത്ത് വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണ്. എണ്ണവില ഉയരുന്നത് മുതൽ ഓഹരി വിപണിയിലെ ഇടിവ് വരെ ഇതിന്റെ നേരിട്ടുള്ള പ്രതിഫലനമാണ്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ തീരുമാനം എന്താകുമെന്നത് ആശ്രയിച്ചിരിക്കും വിപണിയുടെ ദിശമാർക്കുക. ഈ സാഹചര്യത്തിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ അടുത്ത നീക്കങ്ങളാണ്. സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുമോ അതോ സംഘർഷം കൂടുതൽ വഷളാകുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.